എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴ് ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. ടൈലാണ് എടുത്തോ. വിഷമുണ്ട് മുഖത്തറിയിക്കല്ലേ. മുഖം അടങ്ങിയിരിക്കും അല്ലേ? ഓക്കെ, ചിരിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് കിഴി എന്ന് സ്വന്തം പുണ്യാളൻ. ഓക്കെ, സിനിമ പാക്കപ്പ് ആയിട്ടുണ്ട്. ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ബാലു വർഗീസ് ആണ് പ്രധാന വേഷത്തിലെത്തുന്നത്. മഹേഷ് മധുവാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെടാ. അടുത്ത കിഴി കിട്ടുന്നില്ലല്ലോ. ഓഹോ, പുഷ്പക വിമാനം സിനിമയുടെ ടൈറ്റിൽ വന്നിട്ടുണ്ട്. നമ്മുടെ സിജോ വിൽസൺ പിന്നെ ബാലു വർഗീസ് ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഉല്ലാസ് കൃഷ്ണ അല്ലേ, ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പുഷ്പക വിമാനം. ഒരു കിടിലൻ പുഷ്പക വിമാനം ഞങ്ങളാണ് കാണിച്ചു തരട്ടെ. ആദിപുരുഷ ഉണ്ട്, അതിലുണ്ട് ഒരു പുഷ്പക വിമാനം. കിടിലനാ. അടുത്തത് ആവേശം. ആവേശം സിനിമയുടെ പുതിയൊരു പോസ്റ്റർ. സാധനങ്ങളുണ്ട്. ആ വിഷുവിന്റെ കപ്പിങ് എടുത്തേക്കടാ മോനെന്നാ പറഞ്ഞ. കപ്പല്ലേ, കുപ്പിയാണല്ലോ കയ്യിലുള്ളത്. അല്ല, ഇതിന്റെ അടിയിലേ ഈ കമന്റ്സ് വന്നതാ. മോനെ എന്നുള്ള വിളി ഭയങ്കര ഇതാണല്ലോ. അതെ. ഓക്കെ, അടുത്തത് മമിത ബൈജു ഓൺ ബോർഡ്. ഇതിലെന്നറിയോ, വിഷ്ണു വിശാലിന്റെ നെക്സ്റ്റ് മൂവി. അതായത് നമ്മുടെ രാംകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അതായത് രാക്ഷസൻ ടീമിന്റെ വേറെ ലെവൽ ഐറ്റത്തിൽ നായികയായിട്ട് നമ്മുടെ മമിത ബൈജു വരുന്നു. പ്രേമല എഫക്ട് എന്തായാലും ഭയങ്കര. മമിത ബൈജു ഒരു രക്ഷയില്ലാത്ത. അതെ, പ്രേമല എഫക്ട് മാത്രമല്ല, റബല് അതിലെ അതിന്റെ ടീസറോ ട്രെയിലറോ വന്നപ്പോഴേ മമിത ബൈജുവിനെ കണ്ടോ എഴുതിയിരിക്കുന്നു. മൈദ ബൈജുന്ന്. മൈദ മഹാരാജ നന്നായി അതിൽ ഒതുങ്ങിയല്ലോ. അടുത്തത് ഡയറക്റ്റഡ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. മുകളിൽ ചെറുതാക്കി എഴുതിയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. അതെ, ഫെബി ജോർജ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സൈജു കുറുപ്പ് പിന്നെ സണ്ണി വെയിനും. ഓക്കെ, അടുത്ത കിഴി മഞ്ഞുമ്മൽ ബോയ്സ്. നമ്മൾ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ കിഴിയെടുക്കുമ്പോൾ നമുക്ക് മുഖത്തൊരു ചളിപ്പുണ്ടെന്നാണ് ഓരോരുത്തരും കണ്ടെത്തിയിരിക്കുന്ന വലിയ കണ്ടെത്തൽ. അതുകൊണ്ട് ചളിപ്പ് മാറ്റട്ടെ. എന്തായാലും 160 കോടി വേൾഡ് വൈഡ് ഗ്രോസ്. ഓക്കെ, ഇനി വെറും 12 കോടിയുടെ ഒരു കുറവ് ഉള്ളൂ. അതും കൂടിയാണ് കിട്ടിക്കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോസ് നേടുന്ന സിനിമ. അതിനി മഞ്ഞുമ്മൽ ബോയ്സിന്റെ കയ്യിൽ ഭദ്രം. അത് എന്തായാലും ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 200 കോടിയെങ്കിലും കളക്ട് ചെയ്യും സിനിമ. ആദ്യത്തെ 200 കോടി ആവാൻ സാധ്യത. ശരിക്കും ഇത് ഇതിനകത്ത് പറയുന്നതുകൊണ്ട് വേറെ വിചാരിക്കരുത്. 2018 നല്ല മര്യാദക്ക് ഒരു 200 കോടി എത്തേണ്ട സിനിമയായിരുന്നു. അവര് ഒരു ഇതും ഇല്ലാണ്ടാണ് തിയേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റി വളരെ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ഒ ടി ടിക്ക് കൊടുത്തു. അതാണ് ആ സിനിമേന്റെ, അല്ലെങ്കിൽ അത് ഫസ്റ്റ് 200 കോടി സിനിമ ശരിക്കും 2018 ആയിരുന്നു. എന്തായാലും തമിഴ്നാട്ടിൽ അങ്ങ് ട്രെൻഡായി. അടുത്തത് എംപുരാൻ സിനിമയുടെ ഒരു ഫാൻ മെയ്ഡ് പോസ്റ്റർ. ഓ മൈ ഗോഡ്, അത് ചെയ്തത് ആരാണെങ്കിലും മുത്തേ ഈ ഒരു പൊളിയാണ്. അത് കണ്ടിട്ട് പല ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിലും ഇത് ഇട്ട് എന്നിട്ട് ചോദിച്ചു, ഇത് ഒറിജിനൽ ആണോ ഫാൻ മെയ്ഡ് ആണോ എന്ന്. ശരിക്കും ഞാൻ ആഗ്രഹിച്ചു. ഞാനും വിചാരിച്ചു എന്തൊരു ലുക്കാണത്, ഒരു രക്ഷയില്ലാത്ത സൂപ്പർ വർക്കാണത്, ഗംഭീരം. മുത്താണെങ്കിലും മുത്ത് ഓരോ ആണെങ്കിലും ചെയ്ത അവിടെ കമന്റ്. നിങ്ങൾ പിന്നെ കമന്റ് ചെയ്യാനല്ലേ സമയമാണ്, നീ ഒന്ന് പോയടാ. ഞാൻ അടുത്ത ചെയ്യാൻ കമന്റ്. അടുത്ത കിഴി ആട് ജീവിതം ഗോട്ട് ലൈഫ്. സിനിമയുടെ പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞത് തൻ്റെ മകൾ ആദ്യമായിട്ട് കാണുന്ന പൃഥ്വിരാജ് സിനിമ അത് ആട് ജീവിതമായിരിക്കും എന്നുള്ളതാണ്. ഇതുവരെ ഒരു സിനിമ പോലും കാണിച്ചിട്ടില്ല, ആൾ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ പോലും കാണിച്ചിട്ടില്ല. ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ആട് ജീവിതമായിരിക്കും എന്നാണ് പറഞ്ഞത്. അതെ, ഞാൻ ഈ ഒരു സമയത്ത് ഒരുത്തൻ്റെ കമന്റ് ഓർക്കാണ്. അത് നന്നായി, ആ കുട്ടിയോട് നല്ല സ്നേഹമല്ലേ. ഇത് രസമായിട്ട് പറഞ്ഞോ, തമാശക്ക് പറഞ്ഞതാണ്. എന്താണെങ്കിലും ഈ സിനിമയെ കുറിച്ച് ബ്ലസ്സി പറഞ്ഞ കാര്യം ഇതാണ്, വിക്രം, സൂര്യ ഇവരുടെയൊക്കെ അടുത്ത് ഈ ഒരു സ്റ്റോറിയും കൊണ്ട് ആള് പോയിട്ടുണ്ടായിരുന്നു. അവസാനമാണ് പൃഥ്വിരാജിന്റെ അടുത്ത് പോയത്. പൃഥ്വിരാജും കൂടി ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കൂലായിരുന്നു എന്നാണ് പറഞ്ഞത്.
എന്തായാലും മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, എമ്പുരാൻ. എമ്പുരാൻ സിനിമ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന എമ്പുരാൻ സിനിമ. അതെ അതെ. ഇതൊക്കെ എന്ത്, അതായത് ലെസ്ലി ആടുജീവിതം ചെയ്തു വെച്ചതിന്റെ അടുത്തെത്തൂലാണ്. അതാ പറഞ്ഞ ഞാൻ 3ാമത്തെ സിനിമ ഡയറക്ട് ചെയ്യാൻ പോകണം. ഇനി ഞാൻ 300ാമത്തെ സിനിമ ഡയറക്ട് ചെയ്യാൻ പോവാണെങ്കിലും ബ്ലസ് ചെയ്തിരിക്കുന്ന ആടുജീവിതം സിനിമേന്റെ അടുത്ത് പോലും ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. എത്ര സംഭവമായിരിക്കും എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. ആ ഒരു നമ്മളെല്ലാരും റിവ്യൂ ചെയ്ത എല്ലാരും പറഞ്ഞ, അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്ത എല്ലാരും പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ആടിന്റെ അല്ല, ഒട്ടകത്തിന്റെ കണ്ണ്, ആ കണ്ണിന്റെ ഷോട്ടിനെ കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. 8 ദിവസം കണ്ട് വൈകുന്നേരം ആകുമ്പോ ഷൂട്ടൊക്കെ നിർത്തിയിട്ട് ക്യാമറ എടുത്ത് അവിടെ പോയിരിക്കാണ് ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് മാത്രം. അപ്പം അങ്ങനെ എഫോർട്ട് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എടുത്തിട്ടുള്ള സിനിമയാണ്. ഒരു ദിവസം ഒരു ഷോട്ട് മാത്രം എടുത്ത ഒരുപാട് ദിവസങ്ങളുണ്ട്. ഒറ്റ ഷോട്ട് എന്താണ്, എന്തായാലും നമുക്കൊക്കെ അത് കണ്ടുപിടിക്കേണ്ട സംഭവമാണ്. ഓക്കെ, അടുത്ത കിഴി എടുക്കുമല്ലേ. ഫാമിലി സ്റ്റാർ വിജയ് ദേവാർകൊണ്ട നായകനാവുന്ന സിനിമയുടെ മൃണാൾ താക്കൂർ സെക്കൻഡ് ലുക്ക് അല്ല, സെക്കൻഡ് സിംഗിൾ ഇന്ന് വരും. ഓക്കെ, ടൈം ഒന്നും വന്നിട്ടില്ല, നമ്മളിത് ചെയ്യുന്നത് വരെ ഇത് വന്നിട്ടില്ല കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാ വരുന്നതെങ്കിൽ അതെ നമ്മളത് എന്ത് ചെയ്യാൻ വന്നു എന്ന് പറയും. ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ടൈം എപ്പോഴാന്ന് പറഞ്ഞുകൂടാ. ആ സമയത്ത് എന്തെങ്കിലും ടൈമിന്റെ എന്തെങ്കിലും അനൗൺസ്മെന്റ് പോസ്റ്റ് വരികയാണെങ്കിൽ ഇവിടെ കാണിക്കാം. അടുത്തത് ദളപതി 69 നമ്മുടെ എച്ച് വിനോദ് സിനിമ സംവിധാനം ചെയ്യും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അതായത് ആള് തന്നെ അത് കൺഫേം ചെയ്തു. എച്ച് വിനോദ് സിനിമ കാർത്തിക് സുബ്രാജിൽ നിന്ന് പോയി നേരെ വെട്രിമാറിൻ്റെ കയ്യിലെത്തി, വെട്രിമാറിൻ്റെ കയ്യിൽ നിന്ന് നേരെ പോയി ഇപ്പോൾ എച്ച് വിനോദിൻ്റെ കയ്യിലെത്തി നിൽക്കുന്നു. ഇനി അത് അറ്റ്ലിയൊക്കെ കൊത്തി പറിച്ച് വാങ്ങുമെന്ന് അറിഞ്ഞൂടാ. ലേറ്റസ്റ്റ് എച്ച് വിനോദിൻ്റെ മുൻപായിട്ട് വന്നത് അറ്റ്ലിയുടെ പേരായിരുന്നു. അറ്റ്ലി, സൺ പിക്ചേഴ്സ്, ദളപതി. എന്തായാലും DVB എന്തായാലും വിജയമായിട്ട് സംസാരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തത് കിടക്കുട്ട ഞാനും അടുത്തത് ലാഗാക്കുണ്ടല്ലോ പെട്ടെന്ന് കാര്യങ്ങൾ. കത്തനാർ ജയസൂര്യ നായകനാവുന്ന സിനിമ, അതും മലയാളത്തിലെ തന്നെ ഏറ്റവും ബിഗ് ബഡ്ജറ്റിൽ വരാൻ പോകുന്ന 2 പാർട്ടിൽ വരുന്ന സിനിമ. സിനിമയുടെ അനുഷ്ക ഷെട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. കള്ളിയങ്കാട്ട് നീലി. എന്തായാലും സ്റ്റിൽസ് ഒക്കെ ആളെ പൂക്കൾ കൊടുത്ത് സ്വീകരിച്ചിട്ടുണ്ട്. നീലി എന്ന് പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. കറക്റ്റാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേക്ക് വിഷസ് വന്നതൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അടുത്ത കിഴി പ്രഭാസിന്റെ ഹനു രാഘവപടി സംവിധാനം ചെയ്യുന്ന സിനിമ വരാൻ പോകുന്നു. നമ്മുടെ മൃണാൾ താക്കൂർ ആയിരിക്കും സിനിമയിലെ നായിക. അതായത് നമ്മുടെ സീതാരാമ സിനിമ ചെയ്ത സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ പ്രതീക്ഷയുണ്ട്. ആള് മോശം സംഭവം ചെയ്യൂല. സീതാരാമത്തിന് ശേഷം അപ്പോൾ വീണ്ടും മൃണാൾ താക്കൂർ നായികയാവുന്ന സിനിമ. വീണ്ടും പറഞ്ഞു കേൾക്കുന്നു കാമിയോ DQ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ട്രെൻഡാണെന്നുള്ളതാണ്. അത് വെറുതെ പറയണതാണോന്ന് എനിക്കൊരു സംശയം. കാരണം ഒന്നാമത് ഹനു രാഘവപ്പൊടിയും DQ തമ്മിലുള്ള ഒരു ബന്ധമൊക്കെ വെച്ചിട്ടായിരിക്കും അവരത് ഈ വെറുതെ പടച്ചു വിടുന്ന സംഭവമായിരിക്കണം. പിന്നെ നാഗാശ്വിനുമായിട്ടുള്ള ഒരു ബന്ധം കാരണം കൽക്കിയിൽ ദുൽഖർ ഉണ്ടല്ലോ, അങ്ങനെ അത് പറഞ്ഞേക്കും. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് എല്ലാവരിലേക്കും ഇങ്ങനെ കയറ്റി വിടുകയാണ്. ഇവർ ഏതെങ്കിലും സിനിമ ചെയ്താൽ അതിൽ ദുൽഖർ ഉണ്ട്, അതും കാമിയോ. ഇപ്പൊ ഒരു തെലുങ്ക് കൂടെ എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അതിനകത്തൊക്കെ ദുൽഖറാ. എന്തത്? അടുത്തത് തഗ് ലൈഫ്, വീണ്ടും ദുൽഖർ. അതായത് ദുൽഖർ ഒഴിവാക്കിയ ആ ഒരു ക്യാരക്ടർ വീണ്ടും സിംബുവിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അവരെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. സിംബു ചെയ്യുമായിരിക്കും. എവിടെ സമയമില്ല, പക്ഷെ ആള് ചെയ്യേണ്ടി വരും. അതാ പറഞ്ഞ കമൽഹാസന്റെ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമയാണ് STR 48. അപ്പോൾ അതിൽ പോയിട്ട് നമ്മുടെ കമൽഹാസന് ചെറിയൊരു കാമിയോ റോൾ ഉണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറേണ്ടി വരുമല്ലോ. ഓക്കെ, അടുത്ത കിഴി അല്ലു അർജുൻ മൂവി. സിനിമയുടെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സംഭവം. അല്ലു അർജുനെ കുറിച്ചല്ല പറയാനുള്ളത്. അറ്റ്ലി ഈ സിനിമക്ക് 70 കോടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. 70 കോടി കുറവാന്ന് തോന്നുന്നു. ആളുടെ ഒരു ഇത് വെച്ചിട്ടല്ലേ, ജവാനൊക്കെ അമ്മാതിരി ഹിറ്റല്ലേ. പിന്നെ അതുമല്ല, ഈ മറ്റുള്ള സിനിമകളിൽ ഇപ്പൊ ജയിലറിലൊക്കെ നെൽസനൊക്കെയും അത്യാവശ്യം വാങ്ങുന്നുണ്ട്, സാലറി വാങ്ങുന്ന ആളുകൾ. പക്ഷെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ആളായി അറ്റ്ലി മാറും. അതായത് കോളിവുഡിൽ നിന്ന്, തമിഴിൽ നിന്ന് 70 കോടി എന്ന് പറയുമ്പോൾ ഭയങ്കരമായി കൊള്ളാം.
യെസ്. അപ്പം എന്തായാലും ഞങ്ങൾ പോവാണ്. കഴിഞ്ഞു. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ബൈ. ബൈ.